എല്ലാം ഭംഗിയായിട്ട് വെക്കും, ടേബിളൊക്കെ വളരെ കൃത്യമായിട്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ അതുടനെ കോലാഹലമാക്കും. എന്ത് ചെയ്തിട്ടും ഈ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല, സത്യം പറയാൻ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. എന്താ? അവൾ കണ്ടിട്ടും കാണുന്നില്ല. അതങ്ങനെ തന്നെ ഇപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അസമാധാനപ്പെടുത്തുന്നതുണ്ട്. ഇന്ന് നിങ്ങളത് സ്വീകരിക്കുക. യേശുവിൻ്റെ മനോഭാവം ഫരിസേയ മനോഭാവമല്ല. ഫരിസേയ മനോഭാവം ഓരോരുത്തരുടെയും തിന്മ അന്വേഷിച്ച് കണ്ടുപിടിച്ച്, ഇന്നത്തെ കാലത്താണ് ഈ 2 ഫോണാണ് എല്ലാവരുത്തുള്ളത്. നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും സംഭവം ലോകം മുഴുവനും അറിയും, നാട്ടിലും അറിയും. മറ്റ് സഹോദരിമാർ സൗദിയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഉള്ളവർ അവരും അറിയും. എന്താ? നാഷണൽ ഇന്റർനാഷണൽ. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ വീട്ടിൽ നിന്ന് നീ എന്താ അവളോട് ഇങ്ങനെ സംസാരിച്ചത്? അയ്യോ, അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞാൻ ജോലിയിൽ പറഞ്ഞ നേരത്ത് അങ്ങനെ പെട്ടെന്നൊന്ന് പൊട്ടിത്തെറിച്ചത്, വൈകുന്നേരം ചെന്നിട്ടൊന്ന് പാച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും സംഭവം നാട് മുഴുവൻ അറിച്ചു. നിങ്ങൾക്ക് തോന്നണത് നമ്മുടെ വീട്ടിലെ കാര്യം പറയണ മാതിരി തോന്നണ്ടില്ലേ? തോന്നുന്നുണ്ടോ ഇല്ലയോ? ഇതിലാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത്. മിണ്ടാതിരിക്കാൻ പഠിക്കുക. ഒരു 2 മിനിറ്റ് കൂടി. ഈ ഓശാന കഴിഞ്ഞു, ഹോളി വീക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് ഈശോയുടെ? അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മൗനം അവലംബിച്ചു. യേശുവിൻ്റെ ഒരു സോളിറ്റ്യൂഡിൻ്റെ ശക്തി കൂടി പറയട്ടെ. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവളുകളും അവൻ കാണിച്ചു കൊടുത്തു. ഏശയ്യ 50 ഇപ്പോൾ വായിക്കേണ്ട. അവൻ്റെ വേദനകളാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. ഏശയ്യ 53, 6, 7, 9 ഉള്ളതാണ്. അവൻ്റെ വേദനകളാണ്. നമ്മളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മളും ഇങ്ങനെ വേദനിക്കും. ചിലപ്പോൾ ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് 2 അടി കിട്ടിയെന്നും, അല്ലെങ്കിൽ ഭാര്യയുടെ അടുക്കൽ നിന്ന് ഭർത്താവിനും അടി കിട്ടിയെന്ന് വരും. കർത്താവ് ഈശോമിശിഹായെ പ്രതി അതൊന്ന് സ്വീകരിച്ച് നോക്ക്. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. ഈ വചനം നിങ്ങളിൽ പൂർത്തിയാകണോ? പൂർത്തിയായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആകും. അതിനുശേഷം യേശു മരിച്ചു. ഇനിയുള്ള സംഭവമാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അവൻ സംസ്കരിക്കപ്പെട്ടു. നമ്മളും പറയാറുണ്ട് ശവസംസ്കാരം. ഞാൻ ശവസംസ്കാരത്തിന് പോയി. ഈ ശവസംസ്കാരത്തിന് പോണത് എന്തോ ഒരു ചീത്ത കാര്യം പോലെയാണ് ആ വാക്കുകൾ. എന്താ സംസ്കാരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധീകരിക്കുക എന്നല്ലേ അർത്ഥം. സ്വർണം സംസ്കരിച്ചു, ഇപ്പോൾ എന്തായി? സ്വർണം സംസ്കരിച്ചപ്പോൾ എന്തായി? തങ്കമായി മാറി. എന്ന പോലെ യേശുവിനെ സംസ്കരിച്ചപ്പോൾ ആ സംസ്കരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ നോക്കി. യേശു കുരിശിൽ തറച്ചു. യേശുവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെ വാർന്ന് പോയി. രക്തമില്ലാതെ ചത്ത ആ ശരീരം സംസ്കരിച്ചു. ഈ 3 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു? അവിടെ ഈ ശരീരത്തിൽ പുതിയ രക്തം വന്നു. അവൻ്റെ അസ്ഥികൾ എണ്ണാമായിരുന്നു. അവൻ്റെ ശരീരത്തിന് പുതിയ ശരീരം വന്നു. ഇതാണ് ദുഃഖ ശനിയാഴ്ചയിൽ സംഭവിച്ചത്. ദുഃഖവെള്ളിയാഴ്ച കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു സോളിറ്റ്യൂഡ് എക്സ്പീരിയൻസ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ സർവാധിപ ശക്തി അനന്തതയിലേക്ക്, ലോക ആരംഭത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഉത്ഭവപാപം ചെയ്ത ആദവും ഹവ്വയും മുതലുള്ള ആളുകളിലേക്ക് യേശു കടന്നു ചെന്ന് അവരോട് സുവിശേഷം അറിയിച്ചു. അവരെ സ്വർഗത്തിലേക്ക് രക്ഷിച്ചെടുത്തു. അതാണ് നമ്മൾ പാടുന്നത്. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി. മഹിതാത്ഭുതമേ. നമ്മൾ മരിച്ചവരുടെ
സംസ്കാര ശുശ്രൂഷയ്ക്ക് പാറണതാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ കേൾക്കൂലല്ലോ, അതുകൊണ്ട് ഇപ്പം കേട്ടോ. എന്താണ് പാടിയത് മനസ്സിലായോ? ഈ ആദവും ഹവ്വയും ഇപ്പോൾ സ്വർഗത്തിലാണ്. യേശു വന്ന് തൻ്റെ ജീവൻ ബലിയർപ്പിച്ചതിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും രക്ഷിച്ചു. കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. അതിലാദ്യം ആരെ വീണ്ടെടുത്തത്? ആദവും ഹവ്വയും. ഉത്ഭവ പാപം ചെയ്ത ആദവും ഹവ്വയും ഇപ്പോൾ സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുമ്പോഴല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുന്നത്. ഓക്കെ, ഇത്രയും വെച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷ. ഇതിൽ ഒരു